നമ്മൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മസിൽ കയറുക അല്ലെങ്കിൽ മസിൽ പിടുത്തം. ചിലപ്പോൾ നമ്മളുടെ കഴുത്തിനാകാം, ചിലപ്പോൾ കാലിലെ കാഫ് മസിൽസിനാവാം, ചിലപ്പോൾ നമ്മുടെ തൈസിനാകാം, ചിലപ്പോൾ ചെസ്റ്റ് മസിൽസിനാകാം, ചിലപ്പോൾ നമ്മുടെ വിരലുകളെല്ലാം കോച്ചലാകാം. ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഡോക്ടർ അങ്കിൾ ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മൻസൂർ നെല്ലാഞ്ചേരി. നമ്മളിന്ന് വീഡിയോയിലെ സബ്ജക്റ്റ് മസിൽ കയറാനുള്ള കാരണങ്ങളാണ്. മസിൽ കയറാനുള്ള കാരണങ്ങൾ പല തരങ്ങളുണ്ട്. നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റി തൊട്ട് പല മെഡിക്കൽ കണ്ടീഷനുകളും ഈ മസിൽ കയറുന്നതിന് കാരണമാകാറുണ്ട്. നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ആദ്യം ഏറ്റവും പ്രധാന കാരണം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ശരീരത്തിലെ സോഡിയം, പൊട്ടാഷ്യം, അതേപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം എന്നീ എസെൻഷ്യലായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു ബാലൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ കൂടുതലോ കുറവോ ആയിരിക്കാം ഈ മസിൽ കയറാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഡീഹൈഡ്രേഷനാണ്. ശരീരത്തിൽ വെള്ളം വലിയുക എന്നുള്ളൊരു കണ്ടീഷന്. അത് ചിലപ്പോൾ നമുക്ക് ലൂസ് സ്റ്റൂളാണെങ്കിൽ അല്ലെങ്കിൽ വയറിളക്കമാണെങ്കിൽ ഇത്തരം കണ്ടീഷനുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ഇത്തരം കണ്ടീഷനുകൾ ഉണ്ടാവാറുണ്ട്. പിന്നീട് മൂന്നാമത്തതാണ് ചില മെഡിക്കേഷൻ, ചില മരുന്നുകൾ പറയുകയാണെങ്കിൽ ചില പ്രഷറിൻ്റെ മരുന്നുകൾ, ചില ഡയൂററ്റിക്സ്, നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ പോകാൻ സഹായിക്കുന്ന മെഡിസിന്, അല്ലെങ്കിൽ ചിലപ്പോൾ കൊളസ്ട്രോൾസിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ എല്ലാം ഇത്തരം മസിൽ പിടുത്തത്തിന് കാരണമാകാറുണ്ട്. പിന്നീട് നമ്മൾ ചില മെഡിക്കൽ കണ്ടീഷൻസ്, ചിലവർക്ക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആളുകളിൽ ഈ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഉണ്ടാവാറുണ്ട്. അത്തരക്കാരിൽ എപ്പോഴും മസിൽ കയറുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നീട് നോർമലി ഉണ്ടാകുന്നതാണ് പ്രഗ്നൻസിയിൽ നമ്മൾ വെയിറ്റ് കൂടുമ്പോഴും അതേപോലെ തന്നെ അവിടെ ഹൈഡ്രേഷൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പോൾ അത്തരത്തിലും നമുക്ക് മസിൽ കയറൽ അനുഭവപ്പെടാറുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കുണ്ടായ കാരണം എന്താണ് എന്ന് കണ്ടെത്തിയിട്ടാണ് അതിൻ്റെ ചികിത്സ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് ധാരാളം വെള്ളം കുടിക്കുക, ശരീരത്തിലേക്ക് കൂടുതൽ ഫ്രൂട്ട്സ്, പച്ചക്കറി, വെജിറ്റബിൾസ്, കാൽഷ്യമൊക്കെ കിട്ടുന്ന കോഴിമുട്ട, പാല് എന്നീ സമീകൃത ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുവിധം ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനെ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങൾ, നമുക്ക് മെഡിക്കേഷൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതിൽ ചെയ്തു തരുന്ന മാറ്റങ്ങൾ ചെയ്തു തരുന്നതാണ്. പിന്നീടുള്ള കാരണം നമുക്കുണ്ടാകുന്ന മെഡിക്കൽ കണ്ടീഷനുകളെ എപ്പോഴും ഒപ്റ്റിമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ എക്സസൈസ് കൂടുതൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുകയോ, പ്രത്യേകിച്ച് ORS പോലുള്ള വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നത് നന്നാവും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട്, നമ്മൾ കോമൺലി കണ്ടുവരുന്ന അസുഖങ്ങളുടെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. See you on next video. Thank you.